ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. ആരോപണ വിധേയരായവർക്കെതിരെ ആഭ്യന്തര വകുപ്പ് സ്വമേധയാ കേസെടുക്കണമെന്നും ശോഭ സുരേന്ദ്രൻ. ജില്ലയിൽ രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പരക്കെ നാശം. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനു സമീപം കൾവെട്ടിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ വള്ളങ്ങൾ തിരിച്ചെത്തി. 3 ഫൈബർ വള്ളങ്ങളാണ് മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചെത്തിയത്. വെളുത്തൂരിൽ പോത്തുകുട്ടികളുടെ ചെവിയിൽ കമ്പിയിട്ട് കുത്തിയും ദേഹത്ത് പൊള്ളിച്ചും ക്രൂരത. ഒരാഴ്ചക്കിടെ ആക്രമിക്കപ്പെട്ടത് 6 കിടാരികൾ. ദേശീയപാത കുതിരാനിൽ ബസ് യാത്രക്കാരനിൽ നിന്ന് 180 ഗ്രാം MDMA പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സ്വദേശി ഷിബുവിനെ പീച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നമസ്കാരം, ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. തൃശൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായവർക്കെതിരെ ആഭ്യന്തര വകുപ്പ് സ്വമേധയാ കേസെടുക്കണം. കമ്മീഷൻ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ശോഭ സുരേന്ദ്രൻ ചോദിച്ചു. റിപ്പോർട്ടിലെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ പൊതുപ്രവർത്തകർക്ക് അറിയണമെന്നുണ്ടെന്നും ആർക്കുവേണ്ടിയാണ് റിപ്പോർട്ടിലെ ഭാഗങ്ങൾ മാറ്റിവെച്ചത്, റിപ്പോർട്ട് പ്രകാരം സഹോദരിമാർ ഉന്നയിച്ച കാര്യങ്ങൾ ഇനി ഒരിക്കലും ആർക്കും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, സിനിമാ മേഖലയിലെ അധോലോക സംഘത്തിനെതിരെ കേസെടുക്കണമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ആകാശം മുഴുവൻ ദുരൂഹതയാണ്, മിന്നുന്ന നക്ഷത്രങ്ങളും സുന്ദരമായ ചന്ദ്രനുമുണ്ട്. ശാസ്ത്രീയമായ അന്വേഷണത്തിൽ ഒരു കാര്യം ബോധ്യപ്പെട്ടു, നക്ഷത്രങ്ങൾ മിന്നുന്നില്ല, ചന്ദ്രൻ കാണുന്നത് പോലെ സുന്ദരവുമല്ല. ഈ പരാമർശം നടത്തിയിട്ടുള്ള ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതിന് കാരണക്കാരായവർ സിനിമാ മേഖലയിലുള്ളവർ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തുള്ളവർ കൂടിയാണ്. ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി 4 വർഷക്കാലത്തോളം ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ പൂഴ്ത്തിവെച്ചു എന്നുള്ളത് അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ്. ഭരണഘടനയെ അംഗീകരിക്കാത്ത, വെല്ലുവിളിക്കുന്ന സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രി ശ്രീമാൻ സജി ചെറിയാൻ മുൻപ് വിവരാവകാശം ചോദിച്ചുകൊണ്ട് ചെന്ന ഒരു വ്യക്തിക്ക് വിവരാവകാശം കൊടുക്കരുത് എന്ന് വിവരാവകാശ കമ്മീഷന്റെ തലപ്പത്തുള്ള വ്യക്തിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കനത്ത മഴയിലും കാറ്റിലും അതിരപ്പള്ളി മേഖലയിൽ മണ്ണിടിച്ചിൽ. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനു സമീപം തമിഴ്നാട് അതിർത്തിയിലാണ് മണ്ണിടിഞ്ഞത്. ഇവിടത്തെ പഴയ കൾവെട്ട് ഇടിഞ്ഞു വീണു. ഇതേ തുടർന്ന് തമിഴ്നാട്ടിലേക്കുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഷോളയാറിലും മലക്കപ്പാറയിലും പലയിടത്തും റോഡിലേക്ക് മരങ്ങൾ വീണു. മരങ്ങൾ പിന്നീട് മുറിച്ചുമാറ്റി. ശക്തമായ കാറ്റിലും മഴയിലും തൃക്കണപ്പതിയാരത്ത് മരക്കൊമ്പ് പൊട്ടിവീണ് വൈദ്യുതി തൂൺ തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തേക്കിന്റെ ശിഖരമാണ് പൊട്ടി വൈദ്യുതി കമ്പിയിലേക്ക് വീണത്. വൈദ്യുതി കാൽ ഒടിഞ്ഞു വീഴുകയും സർവീസ് വയറിന്റെ സ്റ്റേ കമ്പി വലിഞ്ഞ് സമീപത്തെ വീടിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. തൃക്കണപ്പതിയാരം ചുങ്കത്ത് വീട്ടിൽ മേരി ജോസിന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. ശക്തമായ കാറ്റിലും മഴയിലും കാഞ്ഞിരക്കോട് മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. കൊരട്ടിയും കുന്ന കാവീട്ടിൽ ദേവുവിന്റെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത്. മുൻവശത്തെ ഷീറ്റ് തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തേക്ക് മരമാണ് കടപുഴകി എതിർവശത്തുള്ള വീടിന് മുകളിലേക്ക് വീണത്. സംസ്ഥാനത്ത് തൃശൂർ ഉൾപ്പെടെ 3 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലും ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. 2 ചക്രവാത ചുഴിയും മധ്യകിഴക്കൻ അറബിക്കടൽ മുതൽ മാലദ്വീപ് വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതുമാണ് മഴയ്ക്ക് കാരണമായിട്ടുള്ളത്. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ വള്ളങ്ങൾ തിരിച്ചെത്തി. ഇന്നലെ രാത്രിയിൽ മത്സ്യബന്ധനത്തിനിറങ്ങിയ 3 ഫൈബർ വള്ളങ്ങളാണ് ഇന്ന് രാവിലെ കാണാതായത്. അഴീക്കോട് തീരദേശ പോലീസിന്റെ പട്രോളിംഗ് ബോട്ടും ഫിഷറീസ് റെസ്ക്യൂ ബോട്ടും തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് മണിക്കൂറുകൾക്കു ശേഷം വള്ളങ്ങൾ തിരിച്ചെത്തിയത്.
12 വള്ളങ്ങളാണ് മേഖലയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയത്. ഇവയിൽ 9 വള്ളങ്ങൾ ആദ്യം കരയിലെത്തി. മറ്റു 3 വള്ളങ്ങൾക്കായി മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തി. ഇതിനിടയിലാണ് വള്ളങ്ങൾ തിരിച്ചെത്തിയത്. വെളുത്തൂരിൽ പോത്തുകുട്ടികളുടെ ചെവിയിൽ കമ്പിയിട്ട് കുത്തിയും ദേഹത്ത് പൊള്ളിച്ചും ക്രൂരത. ഒരാഴ്ചക്കിടെ ആക്രമിക്കപ്പെട്ടത് 6 കിടാരികളാണ്. വെളുത്തൂർ തച്ചമ്പിള്ളിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന 4 പോത്തിൻകുട്ടികൾക്ക് നേരെയാണ് അക്രമം നടന്നതായി കണ്ടെത്തിയത്. കുന്നത്തങ്ങാടി സേവന റോഡിൽ ചിറമൽ ഷാജന്റേതാണ് ആക്രമിക്കപ്പെട്ട പോത്തിൻകുട്ടികൾ. തിങ്കളാഴ്ച രാത്രിയാണ് അക്രമം നടന്നതെന്ന് കരുതുന്നു. രാവിലെ തീറ്റ കൊടുക്കാൻ എത്തിയപ്പോഴാണ് സംഭവം കണ്ടതെന്ന് ഷാജൻ പറഞ്ഞു. കഴിഞ്ഞയാഴ്ച തച്ചമ്പിള്ളി കുളത്തിനടുത്ത് കെട്ടിയിരുന്ന റനീഷിന്റെ 2 പോത്തിൻകുട്ടികളെയും പൊള്ളിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. കമ്പികൊണ്ടായിരിക്കണം, അല്ലാണ്ട് ഇങ്ങനെ ബ്ലഡ് വരില്ലല്ലോ. വടി കൊണ്ടൊന്നും കുത്തിയാൽ അങ്ങനെ വരില്ല. എല്ലാ പോത്തിയും വീട്ടിൽ കുത്തിയുണ്ട്. നമുക്കൊരു വരുമാന മാർഗത്തിന് വേണ്ടി നമ്മളിത് മേടിച്ചത്. വേറെ പണിതൊള്ളൊന്നും ഇല്ലാണ്ടായപ്പോൾ അത് നോക്കണേലും ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ ആരും വീട്ടിലൊന്നും പോയി ശല്യം ചെയ്തല്ലതേ. ദേശീയപാത കുതിരാനിൽ ബസ് യാത്രക്കാരനിൽ നിന്ന് 180 ഗ്രാം MDMA പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സ്വദേശി ഷിബുവിനെ PG പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ MDMA വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും PG പോലീസും ചേർന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. തൃക്കൂർ കല്ലൂർ സ്വദേശി സന്ദീപ് റഷ്യയിൽ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് റഷ്യൻ സേന. ഇക്കാര്യം ഇന്ത്യൻ എംബസി സന്ദീപിന്റെ കുടുംബത്തെ അറിയിച്ചു. ഇന്നലെ രാത്രി ജില്ലാ കളക്ടർ വഴിയാണ് അറിയിപ്പ് കൈമാറിയത്. റഷ്യൻ സൈന്യത്തിൽ അംഗമായിരുന്നുവെങ്കിലും സന്ദീപ് കൊല്ലപ്പെട്ടത് യുദ്ധത്തിലാണെന്ന് അറിയിപ്പിൽ സ്ഥിരീകരണമില്ല. കൊല്ലപ്പെട്ട സന്ദീപിന്റെ മൃതദേഹം എംബസി വഴി നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. സൈന്യത്തിന്റെ അനുമതി മാത്രമാണ് ഇനി വേണ്ടതെന്നും മൃതദേഹം വൈകാതെ നാട്ടിലെത്തിക്കുമെന്നും എംബസി അധികൃതർ അറിയിച്ചു. കല്ലൂർ നായരങ്ങാടി കാങ്കിൽ ചന്ദ്രന്റെയും വത്സലയുടെയും മകൻ സന്ദീപ് യുക്രൈൻ സേനയുടെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 16-ന് ഇത് സംബന്ധിച്ച് റഷ്യയിലുള്ള മലയാളിയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നിരുന്നു. സന്ദീപിനോടൊപ്പം റഷ്യയിലെത്തിയവരെയും നാട്ടിൽ തിരിച്ചെത്തിക്കാൻ ശ്രമം തുടങ്ങി. ഏപ്രിൽ മാസത്തിൽ റഷ്യയിലേക്ക് പോയ സന്ദീപിന് സൈനിക ക്യാമ്പിലെ ക്യാന്റീനിലായിരുന്നു ജോലി. സന്ദീപ് ഉൾപ്പെടെ റഷ്യൻ സേനയിലെ 12 അംഗ പട്രോളിംഗ് സംഘമാണ് ആക്രമിക്കപ്പെട്ടത്. റഷ്യൻ സൈന്യത്തിൽ ചേർന്ന സന്ദീപിന്റെ മൃതദേഹം റെസ്തോവിലെ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് എംബസിയിൽ നിന്നുള്ള വിവരം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിക്കായി തിരച്ചിൽ തുടരുന്നു. അസം സ്വദേശി തസ്മിത് തംസമിനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. ഇന്ന് രാവിലെ ഓട്ടോ ഡ്രൈവർമാരാണ് കുട്ടിയെ കണ്ടതായി പോലീസിനെ അറിയിച്ചത്. കന്യാകുമാരിയിലെത്തിയ പോലീസിന്റെ ആദ്യ സംഘം നിർത്തിയിട്ട ട്രെയിനുകളിലടക്കം പരിശോധന നടത്തി. 2 സംഘമായി തിരിഞ്ഞാണ് പോലീസിന്റെ പരിശോധന. ബംഗളൂരു കന്യാകുമാരി ട്രെയിനിൽ പെൺകുട്ടി യാത്ര ചെയ്തതായി വിവരം ലഭിച്ചതോടെയാണ് അന്വേഷണം കന്യാകുമാരിയിലേക്ക് വ്യാപിപ്പിച്ചത്. പെൺകുട്ടിക്കായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും പരിശോധന നടത്തിയിരുന്നു. പ്രശസ്ത നാടക നടൻ ജോസ് പായമൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. നാടകകൃത്ത്, നാടക സംവിധായകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 200ഓളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കുട്ടനല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് BJP പ്രസിഡന്റ് KK അനീഷ് കുമാർ. CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി KP പോളിനെയും മുൻ ബാങ്ക് പ്രസിഡന്റ് റിക്സനെയും മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി കൂട്ടുപ്രതികളായ വർഗീസ് കണ്ടംകുളത്തി, KR സെബി, CR ജെയിംസ് എന്നിവർക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ക്ലീൻ ചിറ്റ് നൽകിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ പങ്ക് പുറത്തുവരാതിരിക്കാനാണ്. തട്ടിപ്പ് നടത്തിയ മുഴുവൻ പ്രതികളുടെയും വരുമാന സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ബിനാമി സ്വത്ത് കണ്ടുകെട്ടി അടിയന്തര നടപടികൾ അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കണം. ബാങ്കിന്റെ തട്ടിപ്പിനിരയായ സഹകാരികളെയും പൊതുജനങ്ങളെയും സംഘടിപ്പിച്ച് കരുവന്നൂർ മോഡൽ ബഹുജന പ്രക്ഷോഭത്തിന് BJP ജില്ലാ ഘടകം നേതൃത്വം നൽകുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പ്രസ്താവനയിൽ അറിയിച്ചു. ലോക ഫോട്ടോഗ്രഫി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ദയ ആശുപത്രിയിൽ ഫോട്ടോഗ്രഫി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ VK അബ്ദുൾ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫോട്ടോകൾ വിറ്റ് കിട്ടുന്ന പണം ആശുപത്രിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. ഹോസ്പിറ്റൽ ഫോട്ടോഗ്രഫി എക്സിബിഷന്റെ ഉദ്ഘാടനം കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളീകൃഷ്ണൻ നിർവഹിച്ചു. ഫോട്ടോഗ്രഫി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. അക്കാദമി സ്റ്റേറ്റ് ഫോട്ടോഗ്രഫി അവാർഡ് ജേതാവ് മുഹമ്മദ് സാഫി, ആശുപത്രി ചെയർമാൻ ഡോക്ടർ TK രവീന്ദ്രൻ, ക്ലബ് സെക്രട്ടറി സാജിദ് അബൂബക്കർ എന്നിവർ പങ്കെടുത്തു.
വയനാട് മഹാദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ സംഭാവനയുടെ ആദ്യ ഗഡുവായ 10 ലക്ഷം രൂപ റവന്യൂ മന്ത്രി കെ രാജന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് കൃഷ്ണ കൈമാറി. സംസ്ഥാന ട്രഷറർ പി ജയപ്രകാശ്, സംസ്ഥാന സെക്രട്ടറി സി കെ ജയപ്രകാശ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഹേമലത, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ രാമദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊൽക്കത്തയിൽ ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് അക്കിക്കാവ് PSM ഡെന്റൽ കോളേജ് സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചത്. സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ AS അഖിലേഷ് കുമാർ, ഡോക്ടർ തസ്നീം സുൽത്താന, ആനന്ദകൃഷ്ണൻ, മേഘ സാബു, ജീവ ജോർജ്, അമലിൻ ഗ്രീസ് ആന്റണി തുടങ്ങിയവർ ഫ്ളാഷ് മോബിന് നേതൃത്വം നൽകി. ചാവക്കാടിന്റെ നന്മയും വിശുദ്ധിയും വിളിച്ചോതിയുള്ള ആദ്യ സിനിമാ ഗാനം പുറത്തിറങ്ങി. ഷെബി ചൌക്കാട്. തൃശൂർ KSRTC സ്റ്റാൻഡിൽ ശുചീകരണ പ്രവൃത്തികൾ നടന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജ് NSS വോളണ്ടിയർമാരാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. മേയർ MK വർഗീസ് ശുചീകരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം തെക്കേ അങ്ങാടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം സ്വദേശി മരിച്ചു. കുന്നംകുളം തെക്കേ അങ്ങാടി സൌത്ത് ബസാർ സ്വദേശി വലപ്പാക്കത്ത് വീട്ടിൽ പോൾസണാണ് മരിച്ചത്. അപകടത്തിൽ ചമ്മന്നൂർ കുന്നത്ത് വളപ്പിൽ വീട്ടിൽ ആഷിഖ്, ചമ്മന്നൂർ കുന്നനായിൽ വീട്ടിൽ ഫായിസ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അപകടം. തെക്കേ അങ്ങാടി സൌത്ത് ബസാറിൽ നിന്ന് ചിറളയം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ ഇടറോഡിലേക്ക് തിരിഞ്ഞതോടെ പിറകിൽ വരികയായിരുന്ന ബൈക്ക് ഇടിച്ചായിരുന്നു അപകടം. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ സംഘടിപ്പിക്കും. തൃശൂർ നഗരത്തിൽ നടക്കുന്ന മഹാശോഭായാത്ര കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ശോഭയാത്ര വൈകിട്ട് 4:45 പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മുൻവശത്ത് സംഗമിക്കും. തുടർന്ന് മഹാശോഭായാത്രയ്ക്കായി തൃശൂർ സ്വരാജ് റൌണ്ട് ചുറ്റുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാളെ രാവിലെ 8-ന് പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നടക്കുന്ന പതാക ദിനത്തിൽ ഡോക്ടർ ലത രാജ് പതാക ഉയർത്തും. N ഹരീന്ദ്രൻ, PR പ്രമോദ്, ഷമ്മി പനക്കൽ, VN ഹരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ AITUC കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. വെട്ടിക്കുറച്ച ബജറ്റ് വിഹിതം പുനഃസ്ഥാപിക്കുക, പണിയില്ലാത്ത ദിവസം തൊഴിൽ രഹിത വേതനം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെള്ളറക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ യൂണിയൻ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് TP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CP ആലിക്കുട്ടി അധ്യക്ഷനായി. ജോണി ആളൂർ, സത്താർ നീണ്ടൂർ, PK ബാബു, ഷംസുദ്ദീൻ ചിറ്റിലങ്ങാട്, രജനി ബാലൻ, തങ്കമണി ചന്ദ്രിക, പാറുക്കുട്ടി എന്നിവർ സംസാരിച്ചു. വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങായി കയ്പമംഗലം പഞ്ചായത്ത് 10-ാം വാർഡ്. വാർഡ് മെമ്പർ PH അബ്ദുള്ളയുടെ സഹകരണത്തോടെ ഗ്രാമസഭയിലൂടെ സ്വരൂപിച്ച 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ചടങ്ങിൽ പ്രസിഡന്റ് ശോഭന രവി, വില്ലേജ് ഓഫീസർ KM മുഷ്താഖ് എന്നിവർ ചേർന്ന് ഫണ്ട് ഏറ്റുവാങ്ങി. ചടങ്ങിൽ വാർഡ് മെമ്പർ PH അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഖദീജ പുതിയ വീട്ടിൽ, NRG സ്റ്റാഫ് അംഗങ്ങളായ PS ബിന്ധ്യ, VS സജില തുടങ്ങിയവർ പങ്കെടുത്തു. KSRTC പെൻഷൻ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. P ബാലചന്ദ്രൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് PM ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV ജോണി, സംസ്ഥാന കമ്മിറ്റി അംഗം KE വാസു തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ലോങ് ജംപ് പിറ്റ് സമർപ്പിച്ചു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക KA സുജിനി, SMC ചെയർമാൻ AU മനാഫ്, MPTA പ്രസിഡന്റ് VK ജയലക്ഷ്മി, അധ്യാപകരായ PA അൻവർ, PA അനുഷ, മുൻ ഉപജില്ലാ ലോങ് ജംപ് ചാമ്പ്യൻ KR ദിൽഷാൻ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ഉപജില്ലാ കായികമേളയിൽ കഴിഞ്ഞ വർഷം സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ തന്നെ നിരവധി കായിക വിദ്യാർത്ഥികൾ വ്യക്തിഗത ചാമ്പ്യനുമായി. അധ്യാപകരുടെ ആവശ്യപ്രകാരം PTA-യാണ് ജമ്പിംഗ് പിറ്റ് നിർമ്മിച്ചു നൽകിയത്. പാവറട്ടിയിൽ ലയൺസ് റോയൽ ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ആദരണവും നടന്നു. ലയൺസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ T. ജയകൃഷ്ണൻ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
ലയൺസ് റോയൽ ക്ലബ് പ്രസിഡന്റ് VC ജെയിംസ് അധ്യക്ഷനായി. വനിതാ സംരംഭക ലിംസ ജോജു, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാഫിക് ഡിസൈനിംഗിൽ 1ാം റാങ്ക് നേടിയ ഷാദിൽ പുത്തൂർ എന്നിവരെ ആദരിച്ചു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഇതോടനുബന്ധിച്ച് നടന്നു. മാള പഞ്ചായത്ത് PK പരമേശ്വരൻ സ്മാരക ഹാൾ പൊളിച്ചു നിർമ്മിക്കുന്നതിനുള്ള നീക്കം വിവാദത്തിലേക്ക്. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് മാള ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്ന് സാക്ഷ്യപത്രം നേടാനാണ് മാള പഞ്ചായത്ത് ഭരണ നേതൃത്വം ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. ഹാളിന്റെ മേൽക്കൂരയിലെ അറ്റകുറ്റപ്പണികൾ മാത്രമാണുള്ളതെന്നും കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ജിയോ ജോർജ് പറഞ്ഞു. കമ്മിറ്റിയിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ PK പരമേശ്വരൻ എന്ന് പറയുന്ന പഴയ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരക ഹാള് നമുക്കുണ്ട്. ആ ഹാള് പൊളിച്ചു പണിയാനൊരു അജണ്ട ഇന്ന് വെച്ചിട്ടുണ്ട്. പൊളിച്ചു പണിയാനായിട്ട് അതിൻ്റെ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ പഞ്ചായത്ത് ആണ്. പക്ഷേ ഈ പഞ്ചായത്ത് അത് കൊടുക്കാൻ സാധ്യമല്ല എന്നറിഞ്ഞിട്ടാണ് അവരത് ബ്ലോക്ക് AXക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്ന ആ ഒരു ചോർച്ചയെന്നാണ് പറയണത്. ആ ചോർച്ചയുള്ള ഭാഗം അറ്റകുറ്റപ്പണി നടത്തി മര്യാദയ്ക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് മാറ്റിയിട്ട് അത് മൊത്തം അൺഫിറ്റാണ്, അത് പൊളിച്ച് മാറ്റി പുതിയത് പണിയണം. ഇതാരുടെ അജണ്ടയാണ് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ഭരണസമിതി യോഗത്തിൽ കെട്ടിടം ഫിറ്റല്ലെന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനുള്ള അജണ്ടയിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. പൊളിച്ചു നീക്കാനുള്ള തീരുമാനത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ ഹാളിന്റെ അവസ്ഥ മോശമായതിനാൽ പഞ്ചായത്തിന് വരുമാന നഷ്ടം ഉണ്ടാകുന്നുണ്ടെന്നും മികച്ച രീതിയിൽ നിർമ്മാണം നടത്തുന്നതിനാവശ്യമുള്ള പണം അനുവദിക്കാമെന്ന് VR സുനിൽകുമാർ MLA ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ പറഞ്ഞു. അതേസമയം ഹാൾ കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്ന് കാണിച്ച് ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. ഈ വിഷയത്തിൽ വെള്ളിയാഴ്ച കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റി മാള പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാവറട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെൺമേനാട് ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് CK തോബിയാസ് അധ്യക്ഷനായി. OJ ഷാജൻ, AT ആന്റോ, AC വർഗീസ്, OJ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ചൂലുണ്ടാക്കി വിറ്റ് കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി അടാട്ട് സ്വദേശിയും വിധവയുമായ താണിക്കുട്ടി. MLA സേവ്യർ ചിറ്റിലപ്പിള്ളിക്ക് 2000 രൂപ കൈമാറി. CPIM ബ്രാഞ്ച് സെക്രട്ടറി ജിത്തു അടാട്ട്, ലോക്കൽ സെക്രട്ടറി KS ബബുൽനാഥ്, പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീഷ്മ, അഭിലാഷ്, മിനി സൈമൺ, മുൻ പഞ്ചായത്ത് മെമ്പർ വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ശ്രേഷ്ഠം സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, TR വിജയകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പോരാത്ത സഹായങ്ങൾ നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള രഘുനാഥ് പണിക്കർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം വയനാടിനും കോഴിക്കോടിനു വേണ്ടി സംഭരിച്ച അവശ്യ സാധനങ്ങൾ വിലങ്ങാട് മഞ്ഞക്കുന്നിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടായിരുന്ന സെന്റ് അൽഫോൻസ പള്ളിയിലും വയനാട്ടിലെ ദുരിതബാധിതർക്കും കൈമാറി. വികാരി ഫാദർ ടിൻസ് മറ്റാമ്പിള്ളി, വിലങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽമ രാജു, പാരിഷ് ട്രസ്റ്റി ജോസ് കല്ലുവേളിക്കുന്നേൽ, വീട്, വാഹനങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഡെറിൽ ഡൊമിനിക്, ഹരിപ്രസാദ് എന്നിവർക്ക് കൾച്ചറൽ ഫോറം ഭാരവാഹികളായ ആന്റോ തൊറയൻ, രാമൻ നമ്പൂതിരി, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക് എന്നിവർ ചേർന്ന് അവശ്യ സാധനങ്ങൾ കൈമാറി. വയനാട് ദുരിതബാധിതർക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ 77-83 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൈത്താങ്ങ്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ 67,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. NK അക്ബർ MLA തുക KK ബക്കറിൽ നിന്നും ഏറ്റുവാങ്ങി. ചടങ്ങിൽ സുകുമാരൻ കുറ്റിച്ചിറ, KV അബ്ദുൾ അസീസ്, ശ്രീദേവി ഡേവിഡ്, രാജൻ വർഗീസ്, വാജിദ് കൊട്ടാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു.
വലപ്പാട് ഉപജില്ലയുടെ ഈ വർഷത്തെ സംസ്കൃത ദിനാചരണവും സമാദരണ ചടങ്ങും ചന്ദ്രാപിന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കേരള കലാമണ്ഡലം രജിസ്ട്രാർ പി രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷനായി. ഡോക്ടർ എ രാധാകൃഷ്ണൻ, എടത്തിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, പ്രിൻസിപ്പൽ PK ശ്രീജേഷ്, പ്രധാന അധ്യാപകൻ KS കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. സോപാന സംഗീതത്തിലും അഷ്ടപതിയിലും പ്രാഗൽഭ്യം തെളിയിച്ച അധ്യാപിക ഡോക്ടർ സിന്ധു ശ്രീകുമാർ, ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഡോക്ടർ സതി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വെങ്കിടങ്ങ് കോറളി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന നരസിംഹ മഹായജ്ഞം സമാപിച്ചു. മാത്തൂർ ഗണേഷ് അയ്യർ ആയിരുന്നു നരസിംഹമായ മഹായജ്ഞത്തിന്റെ യജ്ഞാചാര്യൻ. പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നടന്ന യജ്ഞത്തിൽ 4 ദിവസങ്ങളിലായി നിരവധി പേർ പങ്കെടുത്തു. യജ്ഞത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം, രുദ്രാഭിഷേകം, ത്രിപുരസുന്ദരി യാഗം, ശ്രീചക്രപൂജ എന്നിവ നടന്നു. ക്ഷേത്രത്തിൽ നടന്ന ഭക്തി പ്രഭാഷണത്തിന് ഈക്കാട്ട് മനയിലെ ഡോക്ടർ വികാസ് നീലകണ്ഠൻ നേതൃത്വം നൽകി. ഉള്ളന്നൂർ മന ബിജു തിരുമേനി മുഖ്യ രക്ഷാധികാരിയും ഷാജു പത്യാല പ്രസിഡന്റും സുബ്രഹ്മണ്യൻ NV സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് യജ്ഞ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6710 രൂപ, പവന് 53,680 രൂപ, വെള്ളി ഗ്രാമിന് 92 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3209 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. ആരോപണ വിധേയരായവർക്കെതിരെ ആഭ്യന്തര വകുപ്പ് സ്വമേധയാ കേസെടുക്കണമെന്നും ശോഭ സുരേന്ദ്രൻ. ജില്ലയിൽ രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പരക്കെ നാശം. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനു സമീപം കൾവട്ടിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ വള്ളങ്ങൾ തിരിച്ചെത്തി. 3 ഫൈബർ വള്ളങ്ങളാണ് മണിക്കൂറുകൾക്കു ശേഷം തിരിച്ചെത്തിയത്. വെളുത്തൂരിൽ പോത്തുകുട്ടികളുടെ ചെവിയിൽ കമ്പിട്ട് കുത്തിയും ദേഹത്ത് പൊള്ളിച്ചും ക്രൂരത. ഒരാഴ്ചക്കിടെ ആക്രമിക്കപ്പെട്ടത് 6 കിടാരികൾ. ദേശീയപാത കുതിരാനിൽ ബസ് യാത്രക്കാരനിൽ നിന്ന് 180 ഗ്രാം MDMA പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സ്വദേശി ഷിബുവിനെ PG പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.